ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനത്തിൽ ഈശോ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് ഒരു സഹായകനായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലൂടെയാണ് നമുക്ക് വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ഒരു സത്യവിശ്വാസത്തിൽ, നേരായ ജീവിതത്തിൽ, വിശുദ്ധിയുള്ള ജീവിതത്തിൽ, പ്രാർത്ഥനയുള്ള ജീവിതത്തിൽ, ദൈവമായിട്ടുള്ള ബന്ധമുള്ള ജീവിതത്തിൽ, വിശുദ്ധിയിലും വേർപാടിലുമുള്ള ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാകുന്ന സഹായകൻ്റെ സഹായത്താൽ മാത്രമാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ, ഏതൊക്കെ വിഷയങ്ങളിൽ, ഏതൊക്കെ ആവശ്യങ്ങളിൽ സഹായം ആവശ്യമുണ്ടോ, എന്നാൽ ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ മനുഷ്യരുടെ സഹായം തേടാതെ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം തേടാനൊന്ന് ശ്രമം നടത്തുക. ഇതാ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ കാണുവാനിടയാകും. ഹല്ലേലൂയ. എൻ്റെ എല്ലാം വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളും സഹായങ്ങളും ഒരുപാട് തവണ എല്ലാ ദിനത്തിലും എന്നതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നോളം. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾക്കൊരു ഏറ്റവും അടുത്ത സഹായകനായി നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിശ്വസ്ത സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനത്തിലും ഇതേ തരത്തിൽ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലനായ പൗലോസ് പരിചയപ്പെടുത്തുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനതകളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഒരാൾ കർത്താവിലേക്ക് വന്ന ഉടനെ തന്നെ പൂർണ്ണനാവുന്നില്ല. അനേക ദിനങ്ങളിലൂടെ, അനേക നാളുകളിലൂടെ, അനേക അവസരങ്ങളിലൂടെ, അനേക സാഹചര്യങ്ങളിലൂടെ, അനേക അവസ്ഥകളിലൂടെ കടന്നിറങ്ങി അങ്ങനെയാണ് ഒരുവൻ കർത്താവിൽ പൂർണ്ണനാകുന്നത്, ബലമുള്ളവനാകുന്നത്, ശക്തിയുള്ളവനാകുന്നതും. തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ യോഗ്യതയിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ ഇടപെടലുകളിലൂടെയാണ്. പെട്ടെന്നൊരു ദിവസം ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തു, കുറച്ചു നേരം പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അല്പനാൾ ഞാൻ ഉപവസിച്ചു, എന്നതുകൊണ്ട് ആരും അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല. അനുദിനം പരിശുദ്ധാത്മാവാകുന്ന സഹായകൻ്റെ സഹായത്തിലൂടെയും നമ്മൾ പരിശുദ്ധാത്മാവിനോടൊത്തവണ്ണമുള്ള സഹകരണത്തിലൂടെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ദൈവമകനോ ദൈവമകളോ ആയിത്തീരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതത്തിൽ സഹായകനായ പരിശുദ്ധാത്മാവുമായി ഒരു കണ്ടുമുട്ടൽ എന്നും ഉണ്ടാകട്ടെ. ആമേൻ.